സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 16 വയതിനിലെ അടക്കം ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അടുത്തിടെ അദ്ദേഹം സിനിമകളിലും സജീവമായിരുന്നു. മലയാളത്തിൽ മോഹൻലാൽ സൂപ്പർ ഹിറ്റായ തുടരും എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷം അദ്ദേഹം ചെയ്തിരുന്നു. അന്ത്യം ആകസ്മികമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഭാരതിരാജയെ സിനിമാ പ്രേമികൾക്ക് മറക്കാനാവില്ല. നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സിനിമകൾ, ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ, കമൽഹാസൻ അടക്കം സിനിമാ പ്രേമികൾക്ക് നൽകിയ നിരവധി സിനിമകൾ ഒരു പിടിയുണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ. എങ്ങനെയാണ് ഭാരതിരാജയുടെ അന്ത്യം സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം, ഒപ്പം ഇന്ത്യൻ സിനിമയിൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രങ്ങളെ അടയാളപ്പെടുത്തിയ ഭാരതി രാജയാണ് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അസുഖം രൂക്ഷമാവുകയും അങ്ങനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പിന്നീട് അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനും സംവിധായകനും നടനുമൊക്കെയായ മനോജ് ഭാരതി മരണപ്പെട്ട സാഹചര്യമുണ്ടായി. 48ാമത്തെ വയസ്സിൽ ആയിരുന്നു മനോജ് ഭാരതി വിട പറഞ്ഞത്. ഇത് വലിയ തോതിൽ മാനസികമായ ആഘാതം ഭാരതി രാജയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യധാരയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അസുഖം കൂടി ആയതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. എന്തായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭാരതി രാജയുടെ വിയോഗം എന്നത് നികത്താനാകാത്ത വിടവ് തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ പരമ്പരാഗത രീതികളിൽ വലിയ മാറ്റം സൃഷ്ടിച്ച സിനിമാക്കാരൻ ആയിരുന്നു ഭാരതി രാജ. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ചിത്രം ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പോലും തമിഴ് സിനിമയിലെ ക്ലാസിക് എന്ന നിലയിലാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. രഞ്ജിത്ത്, നമുക്കറിയാം, ഈ 77 കാലഘട്ടം എന്നത് ഇന്ത്യൻ സിനിമയിലെ ഭാഷാ ചിത്രങ്ങൾ എല്ലാം തന്നെ സ്റ്റുഡിയോകൾക്ക് ഉള്ളിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമയമായിരുന്നു. വളരെ കൃത്യമായി അതിനൊരു കൃത്രിമത്വം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. ആ കൃത്രിമത്വത്തിൽ നിന്ന് സിനിമയെ പുറത്തേക്ക് എത്തിച്ച സംവിധായകൻ ആയിരുന്നു ഭാരതി രാജ എന്നതാണ്. അതായത് ഈ സ്റ്റുഡിയോയുടെ പരിമിതികൾക്ക് പുറത്ത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ ചിത്രം ചിത്രീകരിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ പതിവ് നായകി സങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം, ഇപ്പോൾ പഴയ സിനിമകൾ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് പോലും സിനിമയിലെ നായകൻ എന്നത് ആരോഗ്യ ദൃഢഗാത്രനായ ആളായിരിക്കണം, സൗന്ദര്യമുള്ള ആളായിരിക്കണം. നായിക എന്നത് തീർച്ചയായിട്ടും ഭംഗിയുള്ള സൗന്ദര്യ സങ്കല്പം ഉള്ള സ്ത്രീ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു സിനിമ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഭാരതി രാജയുടെ ചിത്രങ്ങളും പ്രമേയങ്ങളും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതായിരുന്നു. അത് ഗ്രാമീണ അന്തരീക്ഷത്തിലെ ആയിരുന്നു പല സിനിമകളുടെയും പ്രമേയങ്ങൾ തയ്യാറായത്. അങ്ങനെ നടീനടന്മാരുടെ സൗന്ദര്യ സങ്കല്പമല്ല, മറിച്ച് കഥാപാത്രങ്ങളും വേഷവും അതോടൊപ്പം തന്നെ പ്രമേയവുമാണ് പ്രധാനം എന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ സംവിധായകൻ ആയിരുന്നു ഭാരതി രാജ. ഈ 16 വയതിനിലെ എന്ന ചിത്രത്തിൽ തന്നെ അഭിനയിച്ച കമൽഹാസൻ ആകട്ടെ, രജനീകാന്ത് ആകട്ടെ, ശ്രീദേവി ആകട്ടെ, എല്ലാവരും ഈ പതിവ് സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ചു കൊണ്ടായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്. അതുമാത്രവുമല്ല, സിനിമകളുടെ പ്രമേയം എന്നത് നാടകത്തിന് തുല്യമായിരുന്ന ഒരു കാലഘട്ടം. ഒരു നാടകം നമ്മൾ എങ്ങനെയാണോ സ്റ്റേജ് ഷോയായി കാണുന്നത്, അതിന് സമാനമാകുന്ന തരത്തിൽ നായകൻ, നായിക, അങ്ങനെ കേന്ദ്ര കഥാപാത്രങ്ങൾ, അവർക്കിടയിലെ പ്രശ്നങ്ങൾ, ഇതിനെ കേന്ദ്രീകരിക്കുന്ന സിനിമകളായിരുന്നുവെങ്കിൽ പിന്നീട് ഭാരതി രാജ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ആയിരുന്നു തയ്യാറാക്കിയത്. അത്തരത്തിലുള്ള സിനിമകളായി സിനിമാ ലോകത്ത് തൻ്റെതായ കയ്യൊപ്പ് സ്ഥാപിച്ച വലിയൊരു സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചിരിക്കുന്നു. സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. ഒരു ഭാരതി രാജ സ്റ്റൈൽ, ഒരു ടച്ച് എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് ഇന്നും സിനിമാ വിദ്യാർത്ഥികൾക്ക് പാഠമാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.